നമ്മളിപ്പോൾ സാധാ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ആ കപ്പിൾസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സ് ആവും എന്നുള്ള രീതി വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ജീവിതം തൊലഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് കണക്ക് ഗൗരി കൃഷ്ണയും ഭർത്താവും വേർപിരിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഈ കുട്ടിക്ക് വിവരമൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട്, പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല, ജീവിതം തൊലഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് പലവട്ടം ഉണ്ടെങ്കിൽ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാക്കി ഇതേണൊക്കെ വന്ന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗൗരി കൃഷ്ണ ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് വിചാരിക്കുന്ന ജീവിതത്തിൽ കല്യാണമാണോ വലുത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പാർട്ണറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞു പോയി, ഇനി ജീവിതത്തിൽ ഒന്നുമില്ല, പാവമാണെന്നല്ലോ, എത്ര വിദ്യാഭ്യാസവും പണം ഉണ്ടായിട്ട് എന്താ കാര്യം, ആ കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു പോയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാനും എൻ്റെ ഭർത്താവും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. ഒരുപാട് പേര് ഇതാ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഞങ്ങളത്തെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രശ്നം വരും. പക്ഷെ തനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു കുഴപ്പമില്ല, താനുണ്ടെങ്കിൽ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള രീതിയിലായിരുന്നു ഗൗരി കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.